അമേരിക്കയും ഇസ്രയേലും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അചഞ്ചലമായ തന്ത്രപ്രധാന സഖ്യത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം വിള്ളലുകൾ വീഴുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. ഇറാനുമായുള്ള സമാധാന ചട്ടക്കൂട് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണും ജെറുസലേമും തമ്മിൽ പരസ്യമായ ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഭരണാധികാരികൾ പരസ്പരം നടത്തുന്ന പ്രസ്താവനകൾ നയതന്ത്ര ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രയേലിന് നൽകിയ കടുത്ത മുന്നറിയിപ്പാണ് ഈ തർക്കങ്ങൾക്ക് ആക്കം കൂട്ടിയത്. കൊലപാതകങ്ങളിലൂടെയോ നിരന്തരമായ സൈനിക ആക്രമണങ്ങളിലൂടെയോ മാത്രം ഇറാന്റെ ഭീഷണിയെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് വാൻസ് തുറന്നടിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും മാത്രമേ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂവെന്ന അമേരിക്കയുടെ പുതിയ നിലപാടാണ് വൈസ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. എന്നാൽ അമേരിക്കയുടെ ഈ ഉപപ്രദേശത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇതാമർ ബെൻഗ്വിർ അമേരിക്കയ്ക്ക് നേരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇറാനെ വെറും ഒരു ശത്രുവായി കാണാൻ കഴിയില്ലെന്നും രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നാസികളെ നേരിട്ടതുപോലെ ക്രൂരവും ശക്തവുമായി വേണം തെഹ്റാനെതിരെ പോരാടാനെന്നുമാണ് ബെൻഗ്വിർ തിരിച്ചടിച്ചത്. ഇറാനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രയേൽ തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് ബെൻഗ്വിർ നടത്തിയത്. ഹിറ്റ്ലറുടെ നാസി പടയെ ലോകം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതേ മാതൃക ഇറാന്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്ന ഇസ്രയേൽ മന്ത്രിയുടെ വാദം വാഷിംഗ്ടണിനെ കടുത്ത അമർഷത്തിലാക്കുന്നുണ്ട്. ഈ പരസ്യമായ വാക്പോര് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം എത്രത്തോളം വർദ്ധിച്ചു എന്ന് വ്യക്തമാക്കുന്നു. വെറും പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അമേരിക്കയുടെ ഈ അതൃപ്തി എന്നാണ് പുതിയ പ്രതിരോധ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിൽ വിന്യസിച്ചിരുന്ന തങ്ങളുടെ ആകെ യുദ്ധവിമാനങ്ങളുടെ ഏകദേശം 20% തിരികെ വിളിക്കാൻ അമേരിക്ക രഹസ്യമായി നീക്കങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈ സൈനിക പിന്മാറ്റം ഇസ്രയേലിന് വലിയൊരു തിരിച്ചടിയും ശക്തമായൊരു നയതന്ത്ര മുന്നറിയിപ്പുമാണ്. ഇതുവരെ ഇസ്രയേലിന് അമേരിക്ക നൽകിയിരുന്ന വ്യവസ്ഥകളില്ലാത്ത സുരക്ഷാ പിന്തുണ ഇനി മുതൽ ഉണ്ടാകില്ലെന്ന കൃത്യമായ സന്ദേശമാണ് വിമാനങ്ങൾ പിൻവലിക്കുന്നതിലൂടെ വാഷിംഗ്ടൺ നൽകുന്നത്. ഇസ്രയേലിനെ കെട്ടിപ്പുണരുന്ന അമേരിക്കയുടെ പരമ്പരാഗത ശൈലി കൂടുതൽ തണുപ്പൻ മട്ടിലുള്ളതും വ്യവസ്ഥകൾക്ക് വിധേയവുമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രയേൽ നീങ്ങിയാൽ സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന പ്രായോഗിക മുന്നറിയിപ്പാണിത്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ അമേരിക്കൻ ഭരണകൂടം പശ്ചിമേഷ്യയിൽ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാന്റെ എണ്ണക്കണ്ണികളും ആണവ നിലയങ്ങളും തകർത്ത് മേഖലയെ മൊത്തത്തിൽ യുദ്ധത്തിലേക്ക് തള്ളിവിടാനാണ് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കം അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്കും ആഗോള സുരക്ഷയ്ക്കും വൻ ഭീഷണിയാകുമെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് മനസ്സിലാക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെടുത്താൻ ഇസ്രയേൽ ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന വികാരം വാഷിംഗ്ടണിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമാണ്. ഇസ്രയേൽ ക്യാബിനറ്റിലെ ബെൻഗ്വിറിനെ പോലുള്ള തീവ്ര നിലപാടുകാർ നടത്തുന്ന യുദ്ധക്കൊതി നിറഞ്ഞ പ്രസ്താവനകൾ അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോട്ടമുണ്ടാക്കുന്നുണ്ട്. ഇത് ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ നാസി ഭീകരതയോട് ഇറാനെ ഉപമിച്ച ബെൻഗ്വിറിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ്. ഇസ്രയേൽ ഭരണകൂടം നയതന്ത്രത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച് മുന്നോട്ടു പോകുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒരു വശത്ത് അമേരിക്കൻ ആയുധങ്ങളും ഫണ്ടും കൈപ്പറ്റുകയും മറുവശത്ത് അവരുടെ തന്നെ വിദേശ നയത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ ശൈലി ഇനി അധികകാലം മുന്നോട്ടു പോകില്ല. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ 20% പിൻവലിച്ച നടപടി ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ മേഖലയിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഹിസ്ബുള്ളിയും ഇറാനും ഒരേ സമയം ആക്രമണം നടത്തിയാൽ അമേരിക്കൻ വിമാനങ്ങളുടെ പൂർണ്ണ പിന്തുണയില്ലാതെ പ്രതിരോധിക്കുക ഇസ്രയേലിന് എളുപ്പമാക്കില്ല. പ്രത്യേകിച്ച് ലെബനൻ അതിർത്തിയിൽ IDF സൈനികർ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ പിന്മാറ്റം ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കും. നെതന്യാഹു സർക്കാരിന്റെ കടുംപിടുത്തങ്ങൾ കാരണം ഇസ്രയേൽ ജനതയും വലിയ തോതിൽ ആശങ്കാകുലരാണ്. തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായി തെറ്റുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഇസ്രയേലിലെ പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഭയപ്പെടുന്നുണ്ട്. ബെൻഗ്വിറിനെ പോലുള്ള മന്ത്രിമാരുടെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് നെതന്യാഹു കീഴടങ്ങുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് അവരുടെ ആക്ഷേപം. ഇറാൻ ഈ സാഹചര്യങ്ങളെ വളരെ തന്ത്രപരമായാണ് ഉപയോഗിക്കുന്നത്.
അമേരിക്കയുമായി സമാധാന ചട്ടക്കൂട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ തയ്യാറാണെന്ന് കാണിക്കുന്നതിലൂടെ പ്രശ്നക്കാരൻ ഇസ്രയേൽ ആണെന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ ടെഹ്റാന് സാധിക്കുന്നു. അമേരിക്ക ഇസ്രയേലിൽ നിന്ന് വിമാനങ്ങൾ പിൻവലിക്കുന്നത് തങ്ങളുടെ നയതന്ത്ര വിജയമായാണ് ഇറാൻ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ ചരിത്രപരമായ മാറ്റത്തിന്റെ തുടക്കമാണ്. സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ യുദ്ധഭ്രാന്തിനെ തളയ്ക്കാൻ അമേരിക്ക പരസ്യമായി മിലിറ്ററി ആസ്തികൾ പിൻവലിക്കുന്ന അവസ്ഥ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇസ്രയേലിന് മേൽ കൂടുതൽ നയതന്ത്ര സമ്മർദ്ദങ്ങൾ ചെലുത്താനാണ് സാധ്യത. JD വാൻസിന്റെ കടുത്ത നിലപാടുകൾ വരാനിരിക്കുന്ന US നയങ്ങളുടെ വ്യക്തമായ സൂചനയാണ്. ഇസ്രയേൽ തങ്ങളുടെ ആക്രമണ ശൈലി മാറ്റിയില്ലെങ്കിൽ കൂടുതൽ സൈനിക സഹായങ്ങൾ നിർത്തിവെക്കാൻ അമേരിക്ക മടിക്കില്ല. വാഷിംഗ്ടണും ജെറുസലേമും തമ്മിലുള്ള ഈ പരസ്യമായി പോര് പശ്ചിമേഷ്യയെ ഒരു പുതിയ നയതന്ത്ര യുഗത്തിലേക്ക് നയിക്കുകയാണ്. അമേരിക്കയുടെ കണ്ണ് തുറപ്പിക്കാനും സ്വന്തം സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ഇസ്രയേലിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാവി ഈ തർക്കങ്ങളുടെ പരിഹാരത്തെ ആശ്രയിച്ചിരിക്കുന്നു.